അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് പല ഇടിയപ്പത്തിന്റെ റെസിപ്പി പല രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇടിയപ്പം സേവനാഴിയൊന്നും ഇല്ലാതെ ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഗ്രേറ്റർ വെച്ചിട്ടാണ്. അപ്പൊ സേവനാഴിയൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ പുറത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ പ്രവാസികളായിട്ട് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ സേവനാഴി ഉണ്ടാകണമെന്നില്ല. കുറച്ചു പേരുടെ കയ്യിൽ സേവനാഴി കാണും. സേവനാഴി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളില് 250 ml കപ്പിന് 1 കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇടിയപ്പത്തിന്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് കുതിർത്ത് എടുത്തിട്ട് പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടി ആയാലും മതി. അങ്ങനത്തെ അരിപ്പൊടി ആകുമ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. പാക്കറ്റിൽ കിട്ടുന്ന ഇടിയപ്പത്തിന്റെ പൊടി ആയാലും മതി. ഏതായാലും ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും വെളിച്ചെണ്ണയും മാവിന്റെ എല്ലാ ഭാഗത്തും എന്നെത്തണം. വെളിച്ചെണ്ണയുടെ നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും വെളിച്ചെണ്ണയും മാവിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. ഇനി നമുക്ക് ഈ മാവിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വീതം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. പൊടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എത്തണം. അതും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. മാവങ്ങ് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ എനിക്കിപ്പോൾ 1.25 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. 250 ml കപ്പിന് 1.25 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ മാവ് നല്ല ചൂടാണ്. ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആണ്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ മാവ് കുറച്ചും കൂടെ വെന്ത് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും നാടൻ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകമാണ്. ഒരു ചെറിയ കഷ്ണം പട്ട ചതച്ചിട്ട് വേണം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാൻ. എന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ചതച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും മതി. 3 ഏലക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ് 3-4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 3 വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ബേ ലീഫ് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. നമ്മൾ ഇട്ട് കൊടുത്ത സ്പൈസസ് ഒക്കെ മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പേസ്റ്റ് പരുവത്തിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 1 ടീസ്പൂൺ എടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളിയിൽ ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ച മണം ഒന്ന് മാർക്കിട്ടണം. ഞാനിപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് ഒരു 10 എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഒക്കെ എടുത്താൽ മതിയാവും. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മട്ടൻ മസാലയോ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇവിടെ എല്ലാം വീട്ടിലെ ഗരം മസാലയിലേ ഉള്ളത്. അപ്പം ഗരം മസാല തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ സ്പൈസസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ
നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്, ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പരസം ഉണ്ടാവും. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഈ പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലല്ലേ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നീളത്തിലരിഞ്ഞ 5 മീഡിയം സൈസ് സവാളയുടെ, അതുപോലെ തന്നെ ഇതിലേക്ക് 4 വെളുത്തുള്ളി അല്ലികൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെറുതെ ഒരു ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് ചേർത്ത് കൊടുത്തത്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചതച്ചിട്ട് വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതത്രയും മതിയാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളകാണ്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഇതാണ് ഇതിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയൊക്കെ ചതച്ചിട്ട് എടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് പരുവത്തിനാണെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് വരയ്ക്കും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം എല്ലാം കൂടി ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ തക്കാളി മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പരുവത്തിന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 വലിയ തക്കാളി എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിലും നമുക്ക് പിന്നീട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കൂടെ ചേർത്തിട്ട് നമ്മൾ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ചേർക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തക്കാളി പേസ്റ്റ് അടിച്ചെടുത്ത വെള്ളമുണ്ട്, സവാളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല ഇപ്പോൾ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വരഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല ഉണ്ടല്ലോ നമ്മുടെ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ കുക്കർ മൂടി വെച്ച് കൊടുക്കാം. കുക്കർ മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 4 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കി. ഇതിൻ്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണമാണ് ആവി അടിച്ച സമയത്ത്. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എല്ലാം കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് ഗ്രേവി ആയിട്ട് ഇങ്ങനെ തന്നെ എടുക്കാം. അടിപൊളിയായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്നും ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഞെരടിയിട്ട് കൊടുക്കാം. ആ കറിവേപ്പില ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും മല്ലിയില ഒഴിവാക്കാം.
വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ തിളപ്പിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് മുട്ടയൊന്നും പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റ് പരുവത്തിൽ ഇതാക്കി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ മാവ് ചെറിയൊരു ചൂടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കി ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുക. ഇപ്പം മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, പക്ഷെ മാവ് നല്ല സോഫ്റ്റും ആയിരിക്കണം, കട്ടിയും ആയിരിക്കണം. അപ്പം ഈ ഒരു പരുവത്തിന് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഗ്രേറ്ററാണ്. ഗ്രേറ്ററിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഇങ്ങനെ പിടിക്കാം. ഞാനിപ്പോൾ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ മുഴുവനും അങ്ങ് എടുക്കാം മാവ്. അതുപോലെ നമുക്ക് നീളത്തിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല, ഈസി ആയിട്ട് നമുക്ക് സേവനാഴിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല നീളത്തിൽ നമുക്ക് മാവ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം, നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി സൈഡിലൊക്കെ ഇതുപോലെ ആയി കിടക്കുന്നത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പിൽ ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. വാഴയിലുണ്ടെങ്കിൽ വാഴയിൽ തന്നെ ഇടിയപ്പത്തിന്റെ മാവ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം വാഴയില കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടിയപ്പത്തിന്റെ തട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ തടവിയതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എല്ലാ കുഴികളിലും. ഇനി നമുക്ക് ഇടിയപ്പത്തട്ടിന്റെ കുഴികളിൽ ഇതുപോലൊന്ന് മാവ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നീളത്തിലങ്ങ് ഇട്ട് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കൈയൊന്നും വേദനിക്കാതെ ഈസി ആയിട്ട് നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇടിയപ്പമൊക്കെ തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ സേവനാഴിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ കുഴികളിലും മാവ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ കൈ വെച്ചിട്ട് എല്ലാം ഒന്ന് കുഴികളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ആവിയിട്ട് എടുത്താൽ മാത്രം മതി. ഇടിയപ്പത്തിൻ്റെ തട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ ചെയ്തിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാഴയിലയിൽ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ആവിയിട്ട് വേവിച്ചെടുത്താലും മതി. വാഴയില ഇല്ലാത്തവർ അല്ലെങ്കിൽ ഇതുപോലെ ഇടിയപ്പത്തട്ടൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ ഇത് ചെയ്തിട്ടെടുത്താലും മതി. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഗ്രേറ്ററിൽ വെച്ചിട്ട് മാവൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇടിയപ്പ ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, അപ്പോൾ ഇലയിൽ വെച്ചിട്ട് അതാദ്യം നമുക്ക് ഒന്ന് ആവിയിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയേറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇടിയപ്പം ആവിയേറ്റാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിം ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കാം. നല്ല ചൂടാണ്. ചൂടൊന്ന് ജസ്റ്റ് മാറിക്കഴിഞ്ഞിട്ട് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ചൂടോടുകൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് ഇടിയപ്പ ചെമ്പിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ അടുത്തത് ആ വെള്ളത്തിൽ തന്നെ അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മൾ രണ്ടാമത് വെച്ച ഇടിയപ്പത്തട്ടിൽ ആവിയേറ്റാൻ വെച്ചതും ഇതാ ഇവിടെ ഒരു 10 മിനിറ്റ് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഗ്രേറ്ററിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇടിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ള ഇടിയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇലയിൽ നമ്മൾ ചെയ്തിട്ടെടുത്തില്ലേ, അതാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. തേങ്ങയാണ് അത് വീണത്. ഇത് നമ്മൾ ഇലയിൽ ചെയ്തെടുത്ത ഇടിയപ്പമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് അതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഇടിയപ്പം പോലെ തന്നെയാണ്. ടേസ്റ്റൊന്നും ഒരു വ്യത്യാസവും ഒന്നുമില്ല. ഇത് നമ്മൾ ഇടിയപ്പത്തട്ടിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെ അതാ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ സവാള ഒന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കി എടുത്ത മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സേവനാഴിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ഒരു പ്രയാസമില്ലാതെ കൈ വേദനിക്കാതെ നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ചെയ്തിട്ടെടുത്ത വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.